രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. കഞ്ഞിക്ക് രാവിലെ വെള്ളം അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടി കുറഞ്ഞ ദോശ വേണ്ടിയവർക്ക് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചായപ്പൊടി കൂടാതെ ഇച്ചിരി മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഈ സ്പൈസസ് ഒക്കെ ചേർന്ന ഒരു മസാലപ്പൊടിയാണ്. അപ്പോൾ ചായയൊക്കെ റെഡിയായി. അതൊന്ന് ആറ്റിച്ച് എല്ലാവർക്കും എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഇഡ്ഡലിയൊക്കെ ഒന്ന് തണുത്തപ്പം അതുകൂടെ ഒന്ന് ഇളക്കി ഇടുന്നുണ്ട്. ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറാണ്. ഇവിടെ കഷ്ണങ്ങളൊന്നും പിള്ളേർ കഴിക്കാറില്ല. അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ ഞാനാണ് കഴിക്കുന്നത്. അപ്പോൾ അരിയൊക്കെ തിളച്ച് വന്നോണ്ടേ അതൊന്ന് ഓഫാക്കി ഇടുന്നുണ്ട്. ഇതിനി ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വെന്തിരിക്കും. അപ്പോഴത്തേക്കിനും ഇവിടുത്തെ കൊച്ചുമോന് ചപ്പാത്തിക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെണ്ടയ്ക്കകത്ത് സവാളയും ഒരു ടൊമാറ്റോയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടി എല്ലാം ചേർത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും റെഡിയാകും. അപ്പോൾ കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് മസാല ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് പൊട്ടിയതിന് ശേഷം തീ അങ്ങ് ഓഫാക്കും. അതിനുശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കളർ കിട്ടുന്നത്. ഇങ്ങനെ ചെറിയ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മിനി തട്ട് ഇഡ്ഡലി ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാമേ. അപ്പം വെള്ളമൊക്കെ കുടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, തിളപ്പിക്കാനായിട്ട്. അപ്പോൾ തുണിയൊക്കെ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജായി. ഇനി കംഫർട്ടൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2-3 ആഴ്ചയായി ഈ പാൽപ്പാട ഉണ്ടല്ലേ അതെടുത്ത് വെച്ചത് ഇന്ന് നെയ്യ് ഉരുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഫ്രീസറിലാണ് വെക്കുന്നത്, ഫ്രിഡ്ജിലല്ല വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒരു സ്മെല്ലെടുക്കും. അപ്പോൾ ഈ നെയ്യ് ഉരുക്കുന്നതിൻ്റെ ദിവസം 2-3 ദിവസത്തിന് മുമ്പിട്ട് ഞാൻ എടുത്തത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കും. അപ്പോൾ ഇന്ന് ഇത് ഈ കൊന്ത് കരിഞ്ഞു, ചില സമയത്ത് ഇച്ചിരി അത് കരിഞ്ഞു പോകും. ഇന്നിപ്പോൾ പെർഫെക്റ്റായിട്ടാണ് വന്നത്. ഇതിൻ്റെ അകത്ത് ഇച്ചിരി പഞ്ചാരയൊക്കെ ഇട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് തോരൻ വെക്കുന്നത് പയർ തോരനാണ്. ആ പയറിൻ്റെ അകത്ത് തന്നെ സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പച്ചമുളക് വേണേൽ പച്ചമുളകും കീറിയിടാം, ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് ഞെവിടിയതിന് ശേഷം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ പയറിട്ട് കൊടുത്താൽ അത് ഈ വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കേണ്ട. ആ പാത്രത്തിലുള്ള ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പോകാനായിട്ട് അരപ്പിന് വേണ്ടി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. അഥവാ ഒന്ന് അടുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അപ്പം നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.